മലയാള സിനിമയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ താരങ്ങളല്ലേ ഇവരെല്ലാം? ഇവരെല്ലാം ഞാൻ എന്റെ ഈ കൈകളിലൂടെ കടത്തി വിട്ടവരല്ലേ? ഈ സ്റ്റുഡിയോ ഹോളിവുഡിലൂടെ ഈ ബാബു പോളിന്റെ കൈകളിലൂടെ കടന്നുപോയവരല്ലേ ഈ പ്രശസ്ത സിനിമാ താരങ്ങളെല്ലാം? റോസിയുടെ ഈ ആഗ്രഹം ഞാൻ നിഷ്പ്രയാസം നിറവേറ്റി തരാം. എനിക്കത് ഈസിയാണ്. ഇറ്റ് ഇസ് വെരി ഈസി, വെരി വെരി ഈസി. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ. ബൈ ഓൾ മീൻസ്. ഇതൊന്നും മേരിക്കുട്ടി അറിയരുത്. അവൾ അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്റെ അപ്പച്ചൻ അറിയും. അപ്പച്ചൻ ഇതൊന്നും ഇപ്പോഴറിയാതിരിക്കുന്ന നല്ലത്. വളരെ രഹസ്യമായിരിക്കും, വെരി കോൺഫിഡൻഷ്യൽ. പുറത്തെവിടെയെങ്കിലും വെച്ച് റോസിയുടെ കുറെ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം, കുറെ നല്ല ഫോട്ടോഗ്രാഫ്സ്. പ്രൊഡ്യൂസർമാരെയും ഡയറക്ടർമാരെയും അട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് ആർട്ടിസ്റ്റിക്കലി അട്രാക്റ്റീവ് ഫോട്ടോഗ്രാഫ്സ്. അങ്ങനെ മിസ്റ്റർ ബാബു ഇപ്പോൾ ഇവിടെ ഉണ്ടോ? പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. ഞാൻ എംബസി പ്രൊഡക്ഷൻസിന്റെ ഡയറക്ടറാണ്, അദ്ദേഹം പ്രൊഡ്യൂസറും. ഈ ഫോട്ടോസ് മിസ്റ്റർ ബാബു പോൾ എനിക്ക് അയച്ചു തന്നതാണ്. ഇതിൽ പെൺകുട്ടിയുടെ അഡ്രസ് ഒന്ന് കിട്ടണമായിരുന്നു. എനിക്കറിഞ്ഞൂടാ. ശരി, ഞങ്ങൾ പിന്നെ വരാം. പൗലോസേ, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നിനക്കെങ്കിലും തോന്നിയല്ലോ. ഞാൻ എന്റെ ഒരു സ്വന്തം കാര്യം നോക്കിയതാ. സ്വന്തം കാര്യം? അതെ. ഇവിടെ ആഹാരം കഴിക്കാതിരിക്കുമ്പോ ഞാൻ അവിടെ എങ്ങനെ കഴിക്കും? എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. തെറ്റ് കണ്ടാൽ ഞാനത് തുറന്നു പറയും. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യും. അതൊരു സ്വഭാവ ദൂഷ്യമാണ്. നീ പറയേ, ഇവിടുത്തെ ജോലിക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കണമെന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്കറിയാം, ഇക്കാലത്ത് അങ്ങനെ ആരെയും കിട്ടുകയുമില്ല. വിശ്വസിക്കാവുന്ന വേലക്കാർ പോലും ഇല്ലാതെ ജീവിക്കണമെന്നായിരിക്കും എന്റെ വിധി. നീ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചേ പറ്റൂ. കുരുങ്ങിപ്പോയില്ലേ? അയ്യോ, അപ്പച്ചൻ വന്നു. ആന്റണി, എന്തോ?
ഞാനൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുക മോനെ. മോളെ, നീ ഇനി കുറച്ച് ദിവസം ജോലിക്ക് പോകണ്ട. ആ ഫോട്ടോ സ്റ്റുഡിയോ നിന്ന് അവധി എടുക്കുക. എന്തിനാ അപ്പച്ച? വലിയ ബംഗ്ലാവിൽ ഇപ്പോഴത്തെ സ്ഥിതി MLA മാരില്ലാത്ത അസംബ്ലി പോലെയാ. ഒച്ചയില്ല, അനക്കവും ഇല്ല, ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല, ഇറങ്ങിപ്പോക്കും ഇല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുക. ഞാനോ? അതെ, കുറച്ച് ദിവസത്തേക്ക് മതി. സാറാമ്മ പിണക്കം തീർന്ന് വന്നാൽ ഉടനെ നിനക്ക് ഇങ്ങോട്ട് പോരാ. മുതലാളിയുടെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കാൻ ഞാൻ മറ്റാരെയും കാണുന്നില്ല. മേരിക്കുട്ടി അങ്ങോട്ട് അയക്കുന്നത് ശരിയാണോ? അതെന്താ? മുതലാളിയും മകനും മാത്രമല്ലേ ആ വീട്ടിലുള്ളൂ, സ്ത്രീകൾ ആരുമില്ലല്ലോ. അതുകൊണ്ടല്ലേ മേരിക്കുട്ടി അയക്കുന്നത്. മുതലാളിയുടെ മകനും എന്നെപ്പോലെ ചെറുപ്പക്കാരനാണ്. മുതലാളിയും അത്ര വയസ്സിനൊന്നുമല്ല. മേരിക്കുട്ടി അങ്ങോട്ട് അയക്കുന്നത് ശരിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയരുത് ആന്റണി. തോമസ് മുതലാളിക്ക് ഒരു വിഷമം വന്നാൽ ആദ്യം അദ്ദേഹത്തെ സഹായിക്കാൻ എത്തുന്നത് ഞാനായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണമുണ്ട്. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ ഒരു പുഴുവായിരുന്നു ഞാൻ. എനിക്കൊരു മനുഷ്യക്കോലം തന്ന് എന്നെ ഈ നിലയിലാക്കിയത് അദ്ദേഹമാണ്. ഞാനും എന്റെ മകളും അല്പം മനസമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞുകൂടുന്നതിന്റെ കാരണവും മുതലാളിയാണ്. ഇപ്പൊ വീട്ടുവേലയ്ക്ക് ആളില്ലാതെ കഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ഞാനും എന്റെ മകളും സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ വളർത്തുനായ കാണിക്കുന്ന നന്ദിയെങ്കിലും മനുഷ്യനായി ഞാൻ കാണിക്കണ്ടേ ആന്റണി? മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലോ? ഞാൻ തയ്യാറാണ് അപ്പച്ച. അപ്പച്ചന് വേണ്ടി അവിടെ പോകുന്നതും മുതലാളിയെ സഹായിക്കുന്നതും എനിക്കിഷ്ടമാണ്. എനിക്ക് അന്നേ അറിയാം നിനക്കിഷ്ടമാണെന്ന്. അയാൾ നിനക്ക് മോതിരം തന്നില്ലേ അന്ന്? നീ എപ്പോ വന്നു? വെളുപ്പിനെ വന്നു. നിനക്ക് ഫോട്ടോ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യില്ലേ? ഇവിടെ ആളില്ലാത്തതുകൊണ്ട് അപ്പച്ചൻ എന്നോട് കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞു. മേരിക്കുട്ടി പേടിക്കണ്ട, ഇവനൊന്നും ചെയ്യില്ല. 2 ദിവസം പഴകിയ നിന്റെ പുറകിൽ നിന്ന് അവൻ മാറില്ല. നിനക്ക് ഇവനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അല്ലടാ മോനെ? പൗലോസിയേട്ടന്റെ മകൾ മേരിക്കുട്ടിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഒന്നും കാണാതെ പൗലോസിയേട്ടൻ മാൾ അവിടെ കൊണ്ടു നിർത്തുന്നു. നാളെ അവളുടെ ഭരണമായിരിക്കും അവിടെ. മനസ്സിലായോ? സാറാമേ, വാശിയും പിണക്കമെല്ലാം പിന്നീടാകണം. ഒരു നിമിഷം പോലും വൈകണ്ട. ഉടൻ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.